ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം ഏതൊരു രാഷ്ട്രീയക്കാരനും നല്ലതും ചീത്തയും ഒക്കെ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങേക്ക് ഉണ്ടായ ഒരു അനുഭവം നമുക്കറിയാം, വയനാട്ടിൽ ഉണ്ടായ സംഭവം, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്, പ്രചാരണ കാലത്ത് അങ്ങയുടെ ഒരു മനസ്സിൽ സ്പർശിച്ചത് സങ്കടകരമായ രീതിയിലോ അല്ലെങ്കിൽ സന്തോഷകരമായ രീതിയിലോ അങ്ങനെ ഏറ്റവും സ്പർശിച്ച ഒരു മൊമെൻ്റ് ഏതായിരുന്നു? എന്നോടാണോ ചോദിച്ചേ? അങ്ങയോട്. ഞാൻ ഏറ്റവും എന്നെ വേദനിപ്പിച്ചൊരു സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, സിദ്ദീഖാനെ കൂക്കി വിളിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് മനസ്സിന് ഭയങ്കര ഒരു മുറിവായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ, കാരണം ചൂരൽമല ദുരന്തത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 10 കിലോ വെയിറ്റ് കുറഞ്ഞിരുന്നു. അദ്ദേഹം രാവും പകലും അവിടെ, കാരണം എനിക്കറിയാം വീട്ടിൽ വരാറില്ല, അങ്ങനെ അതിനുവേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നിട്ടും ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ, സർക്കാരിൻ്റെ ഒരു സംവിധാനം നടക്കുമ്പോൾ അതിൽ വെച്ച് കൂക്കി വിളിച്ചതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം. എനിക്ക് തോന്നുന്നു അങ്ങേക്കും അങ്ങനെ അത് തന്നെയാകും അല്ലേ? ഈ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു നൊമ്പരം തോന്നിയ സംഭവമായിരിക്കും അതല്ലേ ശ്രീ ടി സിരി? ഞാൻ ആദ്യം സ്വാഗതം പറയുന്ന സമയത്ത് അതിൻ്റെ ചലനം കണ്ടു, കൂകി വിളിക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഞാൻ പെട്ടെന്നങ്ങ് എനിക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായത്. ഒരു നല്ലൊരു ഔന്നിത്യമുള്ള ചടങ്ങാണ്, ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. സർക്കാരുമായി ചേർന്ന് നിന്ന് അവിടെ ഏകോപനം നടത്തിയ ആളാണ് ഞാൻ. പല കാര്യങ്ങളും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും അതുപോലെ ജില്ലാ കലക്ടറോടൊക്കെ പല കാര്യങ്ങളും പേഴ്സണലി ഷെയർ ചെയ്യുന്ന ആളാണ് ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ എല്ലാം നന്നായി നടക്കാൻ വേണ്ടി ഏകോപനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ അവിടെ ഹയർ എഡ്യൂക്കേഷനിൽ 147 കുട്ടികളെ നേരിട്ട് സർക്കാരിന് പഠിപ്പിക്കാൻ ഇനീഷ്യേറ്റീവ് ഇല്ലാത്ത സമയത്ത് സ്വന്തം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്പോൺസർഷിപ്പോട് കൂടി പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. ഒത്തിരി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെന്ന രീതിയിൽ അങ്ങനെ ഒരു കൂകി വിളിക്കപ്പെടേണ്ട ഒരാളല്ല. ഇതെന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഒരു വലിയ ടെൻഷൻ ആദ്യത്തെ സമയത്തുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാജമിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, രാജമിനിസ്റ്റർ ഇത് പൊളിറ്റിക്കലായി മാറിയല്ലോ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത മേഖലയിലേക്ക് പോയല്ലോ, നിങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണം കേട്ടോ എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ആ ഇടപെടലുണ്ടായില്ല. ആ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഇടപെടലൊന്നും അവിടെ ഉണ്ടായില്ല. അതിനുശേഷം എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പം വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെയും സമചിത്തത പാലിച്ചുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് പോകാതെ ഞാൻ എൻ്റെ സംസാരം നിർത്തിയതിന് ശേഷം ഞാൻ സംസാരിക്കുന്ന വേളയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഘടകമുണ്ട്. അത് ദുരന്തബാധിതർ ഇരിക്കുന്ന ഒരു ക്യൂബിക്കുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അവർ അവസാനം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് എന്നോട് പറഞ്ഞു, നമുക്ക് ദുരന്തബാധിതരെ ഒന്ന് നേരിട്ട് കാണണം. നമ്മളൊക്കെ വല്ലാതെ ടെൻഷനായി പോയി. അങ്ങനെ ഞങ്ങൾ ദുരന്തബാധിതരുടെ അടുത്തേക്ക് പോയി. ആ ദുരന്തബാധിതരുടെ അടുത്തേക്ക് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു പോയി. അവിടെ വെച്ച് അവർ വൈകാരികമായി നിങ്ങൾ അവർ വളരെ സ്നേഹത്തോടെ അങ്ങോട്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും അങ്ങേ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമാക്കുന്ന ഒരു അനുഭവം കൂടിയായി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ, പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിമർശനങ്ങളോ ഒക്കെ അല്ലെ പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ കൂടുതൽ മികച്ചതാക്കാൻ അത് കാരണമാകുന്ന കരുതാം അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് അതിൽ ഒരു കാര്യം, നമ്മള് ആരാണെങ്കിലും ഒരു പരിധി വിടാതെ ഇടപെടാനും പരിധി വിടാതെ ഏകോപനം നടത്താനും ന്യായമായി കൊണ്ടുപോകാനുമുള്ള സമീപനം ഉണ്ടാവണം. പൊതുപ്രവർത്തകരുടെ വാക്കുകളും സംസാരങ്ങളും പൊതുപ്രവർത്തകന്മാരുടെ ഇടപെടലുകളും ഒക്കെ ഒരു സുതാര്യതയും അതിൻ്റെ ഒരു ധാർമ്മികതയുടെ മാന്യതയും ഒക്കെ ഉണ്ടാവണം എന്നുള്ള പാഠം അത് കൃത്യതയോടുകൂടി നൽകുന്നുണ്ട്. ഭരിച്ചാലും പ്രതിപക്ഷത്താണും എപ്പോഴും ജീവിതത്തിൽ. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും ശ്രീമതി ഷർഫുനീസ ഒരു പ്രതീക്ഷ പകരുന്ന ഒരു 4 വരി കവിത കേട്ടാൽ സന്തോഷമായി. രാവിലെ ആണല്ലോ, ടി സിദ്ദീഖിനും പ്രതീക്ഷ, കാണുന്ന പ്രേക്ഷകർക്കും പ്രതീക്ഷയാണ്. കവിതയല്ല, എൻ്റെ സ്വന്തം കവിതയിൽ കവിത എഴുതാറേ ഉള്ളൂ.
അല്ല ആ എഴുതിയത് രണ്ടുപേരും പറഞ്ഞാൽ മതി. പറഞ്ഞു പറഞ്ഞു. പിന്നീട് ഒരു സന്ദർഭത്തിലാവാം. പ്രേക്ഷകരോട് അവർ ചോദിച്ചാണ് നീ എഴുതിയ കവിത പറഞ്ഞാൽ മതി. എഴുതിയ അദ്ദേഹത്തിന് പിന്തുണ കണ്ടില്ലേ, അങ്ങനെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്തുണ. പക്ഷേ പാടി പാടി അതെ കരഞ്ഞു പെയ്യുന്ന മഴ എന്ന കവിതയിലെ കരഞ്ഞ് കരഞ്ഞ് തെരുവിലൊരു കുട്ടി മഴയത്തൊലിച്ചു പോയി. കാരണം ഞാൻ ഈ കവിത എഴുതി ആ സ്പോട്ടിൽ എഴുതി പോകുന്നതല്ലാതെ അത് വായിച്ച് അത് ബൈ ഹാർട്ട് പഠിക്കലില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന കവിതകൾ അപ്പം എഴുതി പിന്നെ അതങ്ങോട്ട്. ശരി, കുഴപ്പമില്ല. എന്തായാലും സന്തോഷകരമാകട്ടെ. ഇപ്പോൾ പറഞ്ഞ വരികളിൽ അല്ലേ ഒരു ജീവിതത്തിൻ്റെ ഒരു ദുഃഖാവസ്ഥയും നിരാശയും ഒക്കെയാണ് വരികളിലുള്ളത്. അത് എനിക്ക് തോന്നുന്നു കലാകാരന്മാർക്ക് കൂടുതൽ ഇത്തരം സങ്കടങ്ങളിലേക്കൊക്കെ പോകുന്നത് പതിവുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം സങ്കടങ്ങൾ മാറ്റിവെക്കാം. ശ്രീ ടി സിദ്ദിഖ്, ശ്രീമതി ഷർഫുനീസ, എല്ലാവിധ ആശംസകൾ നേരെയാണ്. നമുക്ക് ഈ വരുന്ന എല്ലാവരോടും ഒരേപോലെ വിജയാശംസകൾ നേരാനേ നമുക്ക് കഴിയൂ. അത് അല്ലേ ജനം തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിധി പോലെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി.